പാകിസ്ഥാനെ വിറപ്പിച്ച ഇന്ത്യയുടെ ബ്രഹ്മോസിന് ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഡിമാൻഡ് വർദ്ധിക്കുന്നു. ഫിലിപ്പീൻസിന് പിന്നാലെ ഇന്തോനേഷ്യയിലും ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ വാങ്ങാൻ തയ്യാറെടുക്കുകയാണ്. നവംബർ 26 മുതൽ 28 വരെ ഇന്തോനേഷ്യൻ പ്രതിരോധ മന്ത്രി ജാഫ്രി സ്യാംസുദ്ദീന്റെ ഇന്ത്യ സന്ദർശന വേളയിൽ ഈ കരാറിനെ കുറിച്ചുള്ള ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രധാന ചർച്ചകൾ നടക്കും. സ്രോതസ്സുകൾ പ്രകാരം സമീപ മാസങ്ങളിൽ ഇരു രാജ്യങ്ങളിലെയും മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥർ നടത്തിയ നിരവധി കൂടിക്കാഴ്ചകളുടെയും പരസ്പര സന്ദർശനങ്ങളുടെയും തുടർച്ചയാണ് ഈ സന്ദർശനം. ഇന്തോനേഷ്യയുടെ വർദ്ധിച്ചു വരുന്ന താൽപര്യം കണക്കിലെടുത്ത മിസൈൽ ഇടപാടിൽ ഇന്ത്യയും ഇന്തോനേഷ്യയും തമ്മിലുള്ള നയതന്ത്ര പ്രതിരോധതല ചർച്ചകൾ ശക്തമായിരിക്കുകയാണ്. ലക്നൌവിൽ അടുത്തിടെ നടന്ന ബ്രഹ്മോസ് പരിപാടിയിൽ ബ്രഹ്മോസ് സംവിധാനം വാങ്ങുന്നതിൽ ഇന്തോനേഷ്യയ്ക്ക് ഗൗരവമായ താൽപര്യമുണ്ടെന്നും ഒരു കരാറുമായി മുന്നോട്ടു പോകാമെന്നും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് സ്ഥിരീകരിക്കുകയും ചെയ്തു. തെക്കുകിഴക്കൻ ഏഷ്യയിലെ ഇന്ത്യയുടെ പ്രതിരോധ പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള ഒരു പ്രധാന ചുവടുവയ്പായിട്ടാണ് ഇന്തോനേഷ്യയുടെ ഈ താൽപര്യം കാണപ്പെടുന്നത്. 2022 ഒപ്പുവെച്ച $375 മില്യൺ ഡെലിവറി കരാർ പൂർത്തിയാക്കിക്കൊണ്ട് ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലുകളുടെ മൂന്നാമത്തെയും അവസാനത്തെയും ബാച്ച് ഫിലിപ്പീൻസിന് കൈമാറാൻ ഇന്ത്യ തയ്യാറാവുകയാണ്. ഇതിനു മുൻപ് 2024 ഈ വർഷം ആദ്യത്തിലും ഇവ എത്തിച്ചിരുന്നു. ബ്രഹ്മോസ് മിസൈലുകൾ വാങ്ങുന്ന ഇന്ത്യയുടെ ആദ്യ വിദേശ ഉപഭോക്താവായി ഫിലിപ്പീൻസ് മാറി. 2025 മെയ് മാസത്തിൽ ഓപ്പറേഷൻ സിന്ധൂറിനിടെ ഇന്ത്യൻ വ്യോമസേന പാകിസ്ഥാനുള്ളിൽ ആഴത്തിൽ ആക്രമണം നടത്തി. Su-30 MKI യുദ്ധവിമാനങ്ങളിൽ നിന്നാണ് ബ്രഹ്മോസ് മിസൈലുകൾ വിക്ഷേപിച്ചത്. 9 ഭീകര കേന്ദ്രങ്ങളെ വിജയകരമായി ലക്ഷ്യം വെച്ചു. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ബ്രഹ്മോസിന്റെ കഴിവുകളെ പ്രശംസിച്ചു. അതിനെ കൃത്യതയുള്ള ഒരു മിസൈൽ എന്ന് വിളിച്ചു. മറുവശത്ത് 200 കിലോമീറ്ററിലധികം ദൂരപരിധിയുള്ള PL-15 മിസൈലുകൾ ഘടിപ്പിച്ച ചൈനീസ് നിർമ്മിത J-10 യുദ്ധവിമാനങ്ങൾ പാകിസ്ഥാൻ പ്രതിരോധത്തിനായി വിന്യസിച്ചു. ഇതൊക്കെയാണെങ്കിലും പാകിസ്ഥാൻ തയ്യാറെടുപ്പുകളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ബ്രഹ്മോസ് സ്റ്റാൻഡ് ഓഫ് റേഞ്ചിൽ നിന്നും ആക്രമണം നടത്തി. ഇന്ത്യയും റഷ്യയും സംയുക്തമായി വികസിപ്പിച്ചെടുത്ത ഒരു നൂതന മിസൈൽ സംവിധാനമാണ് ബ്രഹ്മോസ്. കര, കടൽ, വ്യോമ പ്ലാറ്റ്ഫോമുകളിൽ നിന്നും വിക്ഷേപിക്കാൻ കഴിയും. ഇതിന് 290 കിലോമീറ്റർ ദൂരപരിധിയുണ്ട്. മാക് 2.8 വേഗത, ശബ്ദത്തിന്റെ 3 ഇരട്ടി വേഗത, കൂടാതെ അതിന്റെ കൃത്യതയ്ക്ക് ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെട്ടതുമാണ്. കപ്പൽ വിരുദ്ധ കരയാക്രമണ ദൗത്യങ്ങൾക്ക് ഈ മിസൈൽ വളരെ ഫലപ്രദമാണ്. ഓപ്പറേഷൻ സിന്ധൂരിലെ ബ്രഹ്മോസിന്റെ വിജയം ആഗോളതലത്തിൽ അതിന്റെ ആവശ്യം വർദ്ധിപ്പിക്കുകയും ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി വർദ്ധിപ്പിക്കുകയും ചെയ്തു. 2024-25 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി 21,083 കോടിയിലെത്തി. ബ്രഹ്മോസിന്റെ സംഭാവന ഗണ്യമായി വർദ്ധിച്ചു. അതേസമയം 2022 ഒപ്പുവെച്ച $375 മില്യൺ കരാർ പ്രകാരം ബ്രഹ്മോസ് മിസൈലുകളുടെ മൂന്നാമത്തെയും അവസാനത്തെയും ശേഖരം ഫിലിപ്പീൻസിന് എത്തിക്കാൻ ഇന്ത്യ തയ്യാറെടുക്കുകയാണ്. മിസൈൽ സംവിധാനത്തിന്റെ വിൽപ്പനാ സാധ്യതകൾക്കായി വിയറ്റ്നാം, മലേഷ്യ, മറ്റ് രാജ്യങ്ങൾ എന്നിവയുമായും ന്യൂഡൽഹി ചർച്ചകൾ നടത്തിവരികയാണ്. ഓപ്പറേഷൻ സിന്ധൂറിന്റെ സമയത്ത് ബ്രഹ്മോസ് മിസൈൽ ഒരു പരീക്ഷണത്തിനപ്പുറം കടന്ന് ദേശീയ സുരക്ഷയുടെ ഏറ്റവും വലിയ പ്രായോഗിക തെളിവായി മാറിയെന്ന് രാജ്നാഥ് സിംഗ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. പാകിസ്ഥാന്റെ ഓരോ ഇഞ്ചും ഇപ്പോൾ ബ്രഹ്മോസിന് എത്താവുന്ന ദൂരത്തിലാണെന്നും അദ്ദേഹം പറഞ്ഞു. ബ്രഹ്മോസ് മിസൈലിന് 290 കിലോമീറ്ററിലധികം ദൂരപരിധിയും മാക് 2.8 വേഗതയുണ്ട്. ഇന്ത്യയുടെ പ്രതിരോധ ഗവേഷണ വികസന സംഘടനയും റഷ്യയുടെ NPA മഷ്നോസ്ട്രോയേനിയയും സംയുക്തമായാണ് ഇത് വികസിപ്പിച്ചെടുത്തത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.